നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 25-ാം തീയതി 1202 ആണ്ട് ചിങ്ങമാസം 9-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ആഴ്ച ചൊവ്വാഴ്ച. ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം എന്ന് പറയുമ്പോൾ നാളെ തിരുവോണമാണ്. ഇന്ന് ഉത്രാട പാച്ചിലിൻ്റെ ദിവസമാണ്. പക്ഷേ ചൊവ്വാഴ്ചയാണ്, ശ്രദ്ധിക്കണം. നക്ഷത്രമൊക്കെ കൊള്ളാം, ഉത്രാട നക്ഷത്രം നല്ല നക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന, കുറച്ച് നെഗറ്റീവ് എനർജി ഉള്ള സമയമാണ്. ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ വേണം, അശ്രദ്ധ ഒഴിവാക്കണം. കാര്യതടസ്സം ഉണ്ടാവും, ശത്രുക്കളുണ്ടാവും, സംസാരിക്കാനായിട്ട് വഴക്കുണ്ടാവാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ച് പോകണം. കാരണം ചിലപ്പോൾ നമ്മൾ വാങ്ങിയ സാധനം തന്നെ മാറിപ്പോവാം. ചിലപ്പം അവർ പ്രതീക്ഷിച്ചതായിരിക്കില്ല കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള പല ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ വിഷയത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു ദിവസത്തെ കൊണ്ടുപോകണം. അതുപോലെ ചിങ്ങമാസത്തിലെ ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭാഗ്യദായകമായ വർഷമല്ല. കാരണം ചൊവ്വ ഭൂമികാരകനാണ്, അഗ്നികാരകനാണ്. തീപ്പൊള്ളലേക്കാം, ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം. ഇങ്ങനെ സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാവാൻ ഇടവരുത്തുന്ന ഗ്രഹമായതുകൊണ്ട് ഈ ഗ്രഹത്തെ ഒരു ദിവസമൊക്കെ, ഒരു വർഷം ഈസിയല്ല. നമുക്കതിനെ അതിജീവിച്ച് പോകാനുള്ള പ്രതിവിധി ചെയ്തു പോകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ചൊവ്വയുടെ ദേവത എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഓരോ ഗ്രഹങ്ങളും ഓരോ എനർജിയാണ്. ആ എനർജി പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും. അപ്പോൾ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി, എനർജി കുറവ് വന്നാൽ അതിനെ എനർജി കൂട്ടി പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ചില പ്രതിവിധികൾ ചെയ്യും. അപ്പോൾ പ്രതിവിധി മുരുകനെ, സുബ്രഹ്മണ്യ പ്രീതി വരുത്തി പോവുകയാണ് ഏറ്റവും ശക്തമായ പ്രതിവിധി. സുബ്രഹ്മണ്യ കവചം, സുബ്രഹ്മണ്യ യന്ത്രം നമുക്ക് കവചമായി അണിയുക. അപ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമ്മൾ ഏക്കാതെ പോകും. അതുപോലെ ഇന്നും നല്ല ദിവസമല്ല എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ശുഭ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ശരിക്ക് 3 മണി മുതൽ 4:30 മണി വരെ ആണ് രാഹുകാല സമയം എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് കറക്റ്റ്. ഇന്ന് രാഹുകാലത്തിൽ 3:30 തുടങ്ങുകയുള്ളൂ, 5 മണിക്ക് രാഹുകാലം തീരുകയുള്ളൂ. അപ്പോൾ അരമണിക്കൂറിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ രാഹുകാലം നോക്കി ഓരോ ശുഭയാത്രകൾ ചെയ്യണം. അതുപോലെ ഗുളികനും യമകണ്ഠനും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്നത്, ഗുളിക ബന്ധം നിൽക്കുന്ന സമയം 12:27 തൊട്ട് 1:59 വരെയും, യമകണ്ഠ കാല സമയം നിൽക്കുന്നത് ശരിക്ക് 9:23 തൊട്ട് 10:55 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കണം. അഭിജിത്ത് മുഹൂർത്തങ്ങളുടെ രാജാവാണ്. നമുക്ക് ഏറ്റവും ഒരു ദിവസം പോസിറ്റീവ് കവചം ഉണ്ടാക്കി തന്നിരിക്കുകയാണ് മഹർഷിവര്യന്മാർ. പ്രപഞ്ചത്തിൻ്റെ അനുവാദത്തോടു കൂടി, പ്രകൃതി ശക്തിയുടെ അനുവാദത്തോടു കൂടി നമുക്ക് സമയം തരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്ന 12:03 തൊട്ട് 12:51 വരെ ഉള്ളതിൽ 44 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമാണ്. അതുപോലെ ഇന്നും ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. ചുവപ്പ് കളറ് ചൊവ്വയ്ക്ക് ഇഷ്ടപ്പെട്ട കളറാണ്.
അത് നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവനായി മാറുക. അപ്പോൾ ചൊവ്വയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.